ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വാഴയിലയിൽ കരിമീൻ പൊള്ളിച്ചതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ലേശം ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ടുണ്ട്, പിന്നെ 1 സ്പൂണോളം വെളിച്ചെണ്ണ, ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇത്രയും ചേർത്ത് നല്ല പോലെ കൂട്ടി യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. എരിവ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, കാര്യം നമ്മളിനി മസാലക്കൂട്ടിലും എരിവൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ മസാലയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ കരിമീൻ ഇട്ട് കൊടുത്ത് 2 വശത്തും മസാല നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. കരിമീൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ പാനിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമ്മുടെ കരിമീൻ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കരിമീൻ അതിലോട്ട് വെച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റായ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു വശം മുരിഞ്ഞു വന്നതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക. അത് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മീൻ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു തക്കാളി ഹാഫ് എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും നമ്മൾ വറുത്ത മീനിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബാലൻസുള്ള വെളിച്ചെണ്ണയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മുടെ സവാളയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ലപോലെ വഴറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴന്ന് വരുന്നതായിരിക്കും. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് പച്ചക്കുത്ത് മാറാൻ വഴറ്റിയെടുക്കുക. എരിവൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനി അതിലോട്ട് നല്ല കട്ടിയുള്ള നാളികേരപ്പാലിൻ്റെ ഒരു 1/4 കപ്പോളാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരപ്പാൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷേ നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മസാലയായിരിക്കും നമുക്ക് തയ്യാറാക്കി കിട്ടുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാളികേരപ്പാലൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൽ വെച്ച് നമ്മുടെ വാഴല നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മടക്കുമ്പോൾ ഇല പൊട്ടി പോവാതൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വാഴയുടെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിമീൻ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മസാല നമ്മുടെ മീനിൻ്റെ മുകളിലോട്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഏത് മീൻ വെച്ചും ഈ രീതിയിൽ തന്നെ നമുക്ക് വാഴയിലയിൽ നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ചെറിയൊരു പീസ് തക്കാളിയും ചെറിയൊരു പീസ് സവാളയും അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കറിവേപ്പില തണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ മസാല ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വാഴല ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് 4 സൈഡും പൊതിഞ്ഞ് വേണമെങ്കിൽ ഒരു നാരെടുത്തിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുക. ഇപ്പോൾ ഞാൻ കെട്ടണമെന്നില്ല, 4 സൈഡ് ഇതുപോലെ മടക്കി വെച്ചിട്ടുള്ളൂ. ഞാൻ ഇനി നമ്മുടെ ആ മീൻ വറുത്ത ഫ്രൈ പാനിൽ തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ വാഴല നമ്മുടെ മടക്കി വെച്ച ഭാഗം പാത്രത്തിലോട്ടായിട്ട് കമത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാഴല വിട്ട് വരുന്നില്ല. ഇങ്ങനെ ബാക്ക് സൈഡ് കമത്തി വെച്ചിട്ടാണ് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ മൂടിയൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ഇനി അതും ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയും ആ വെച്ച തക്കാളിയും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ തീ ഓഫാക്കി കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളും തീർച്ചയായിട്ടും ഈ രീതിയിലൊരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റായിട്ടാണ് നമ്മൾ ഇന്നത്തെ കരിമീൻ ഫ്രൈ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സവാളയും തക്കാളിയൊക്കെ സൈഡിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.